എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇപ്പോ കെവിൻ കാർട്ടർ അല്ലെ, ലോകം കണ്ട പുലിസ്റ്റർ സമ്മാനം നേടിയ ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹം അമേരിക്കയിൽ നിന്ന് സുഡാനില് വലിയ ദുരിതപ്പെയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സുഡാനിലേക്കുള്ള കാർഗോ വിമാനം ഭക്ഷ്യസാധനങ്ങളുമായിട്ട് അമേരിക്കയിൽ നിന്ന് വിസിലൂതി പറക്കാൻ പാകത്തിൽ തക്കം പാർത്ത് നിൽക്കുമ്പോൾ കെവിൻ കാർട്ടർ എന്ന് പറയുന്ന ലോകം ആദരിച്ച ഏറ്റവും വലിയ ഫോട്ടോഗ്രാഫർ അദ്ദേഹത്തിന്റെ ക്യാമറ തോളിൽ തൂക്കിയിട്ട് കോക്പിറ്റിലിരിക്കുന്ന പൈലറ്റിന്റെ അടുക്കലേക്ക് ഓടി വരുന്നുണ്ട്. ആ കാലത്ത് അന്ന് എമിഗ്രേഷൻ നിയമങ്ങളൊന്നും ഇത്ര സ്ട്രോങ് അല്ലല്ലോ. ഓടി വന്നിട്ട് ആ പൈലറ്റിനോട് പറയുന്നുണ്ട്, ക്യാപ്റ്റൻ, നിങ്ങൾ പോകുന്ന സുഡാനിലേക്ക് പോകുന്ന ഈ വിമാനത്തിൽ എനിക്ക് ഇരിക്കാൻ ഒരു സ്പേസ് തരണം. സുഡാനിലെ പാവപ്പെട്ട ജനങ്ങളുടെ ദുരിതത്തിന്റെ ആഴം എന്റെ ക്യാമറ കണ്ണിൽ ഒപ്പിയെടുത്തിട്ട് ലോക ജനതയ്ക്ക് ഷെയർ ചെയ്യാനാണ്. അതൊരു മാധ്യമ പ്രവർത്തകൻ എന്ന അർത്ഥത്തിൽ എന്റെ ദൗത്യമാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു വീട് ഇങ്ങനെ കത്തി ചാമ്പലാകുമ്പോ ആ വീട്ടിലുള്ളവർ മുഴുവൻ പ്രാണരക്ഷാർത്ഥം പുറത്തേക്ക് ഓടുമ്പോൾ ആ വീട്ടിലേക്ക് അങ്ങോട്ട് ഓടുന്ന ഒരാളുണ്ടെങ്കിൽ അതൊരു മാധ്യമ പ്രവർത്തകനായിരിക്കും. കാരണം അയാൾക്ക് ജനങ്ങളോട് വലിയൊരു ദൗത്യമുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. അത് ജനങ്ങൾക്ക് കൊടുക്കണം, അതിന്റെ റിപ്പോർട്ട് കൃത്യമായി കൊടുക്കണം എന്നുള്ളത് ആ ഒരു മാധ്യമ പ്രവർത്തകന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു വിഷനാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നവും പാഷനുമാണ്. അത് അദ്ദേഹം നിർവഹിക്കും. അങ്ങനെ കെവിൻ കാർട്ടർ പോയി ചോദിച്ചു. പൈലറ്റ് പറഞ്ഞു, ഇത് കാർഗോ വിമാനമാണ്, ഇതിനകത്ത് സീറ്റൊന്നുമില്ല. അവസാനം നിർബന്ധിപ്പിച്ചപ്പോ ഒരു ചാക്ക് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഭക്ഷ്യസാധനങ്ങളുടെ ചാക്കിന്റെ ഒരു സ്പേസിൽ നിലത്ത് ചമ്പ്രം പടിഞ്ഞിരിക്കാൻ വൈമാനികൻ കെവിൻ കാർട്ടർക്ക് അനുവാദം കൊടുത്തു. അവിടെ ഇരുന്നു. വിമാനം സുഡാനിൽ പറന്ന് ഇറങ്ങി. സുഡാനിലെത്തിയപ്പോൾ പൈലറ്റ് പറഞ്ഞിട്ടുണ്ട്, 20 മിനിറ്റേ വിമാനം ഇവിടെ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് വേഗം എടുക്കേണ്ട ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഓടി വരണം. അദ്ദേഹം ഓടിപ്പോയപ്പോ കണ്ടത് ഈ വിമാനത്തിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ വന്ന സൈറൻ മുഴങ്ങിയ ശബ്ദം കേട്ടിട്ട് ഒരു കുഞ്ഞിനെ നിലത്തിട്ട് ഭക്ഷണപ്പൊതി വാങ്ങാൻ ഒരു അമ്മ ഓടിപ്പോയപ്പോ ഒറ്റപ്പെട്ടു പോയ ഒരു കുഞ്ഞിന്റെ രംഗമാണ്. ആ കുഞ്ഞിന്റെ അടുക്ക് ഒരു കഴുകൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഇന്നും പല ചരിത്ര സെമിനാറുകളുടെയൊക്കെ ഭാഗമായിട്ട് കൊളാശുകളും പ്രദർശനങ്ങളും ഒക്കെ നടക്കുമ്പോൾ പ്രദർശന നഗരിയിൽ ആദ്യ പാതിയിൽ തന്നെ കാണുന്ന മനോഹരമായ ചിത്രമാണ് പുലിസ്റ്റർ സമ്മാനം നേടിയ ഈ കുട്ടിയുടെ മുമ്പിൽ ഇരിക്കുന്ന കഴുകന്റെ കെവിൻ കാർട്ടർ ഒപ്പിയെടുത്ത ഈ ചിത്രം. പലപ്പോഴും ഇന്നും നമ്മളെ ആശ്ചര്യഭരിതരാക്കാറുണ്ട്. അപ്പൊ കെവിൻ കാർട്ടർ അത് എടുത്തു. അദ്ദേഹം 15 മിനിറ്റ് അവിടെ കാത്തിരുന്നു. എന്തിനറിയോ? ഉജ്ജ്വലമായ ഒരു സ്നാപ്പ് എടുക്കാൻ. അതേതാണ്? ഈ കഴുകൻ, ആ കുഞ്ഞിനോളം വലിപ്പമുള്ള കഴുകൻ, വസ്ത്രമൊന്നും ധരിക്കാതെ ഒരു കൊഞ്ചു പോലെ മടങ്ങിക്കിടക്കുന്ന ഈ കുഞ്ഞിന്റെ മുമ്പിൽ 2 ചിറകും ഒന്ന് നിവർത്തിയിരുന്നെങ്കിൽ അത് ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഫോട്ടോ ആയി മാറിയനെ. പക്ഷെ അതിന് കഴുകനും അനുവാദം കൊടുത്തില്ല, കോക്പിറ്റിലിരിക്കുന്ന പൈലറ്റും അനുവാദം കൊടുത്തില്ല. അപ്പോഴേക്ക് സൈറൺ മുഴങ്ങി. അദ്ദേഹം കിട്ടിയ ഫോട്ടോ എടുത്തിട്ട് ക്യാമറയും വഹിച്ചിട്ട് വിമാനത്തിലേക്ക് ഓടിപ്പോയി. പിറ്റേ ദിവസം ദി ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്ന ദിനപത്രത്തിന് ഈ ഫോട്ടോ അയച്ചു കൊടുക്കുക. അടുത്ത ദിവസം ഈ പത്രം ഈ ഫോട്ടോ പ്രസിദ്ധീകരിച്ചപ്പോ കെവിൻ കാർട്ടർക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ചില റീല് വലിയ പ്രതീക്ഷയോടുകൂടെ ചില വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുന്ന ആൾക്കാര് ജനങ്ങളുടെ പക്ഷം എന്താണ് എന്ന് മനസ്സിലാവാതെ പ്രതീക്ഷിച്ചതിന്റെ നേർ വിപരീതമായിരിക്കും പിന്നെ കമന്റ്സിലൊക്കെ വരിക. കാരണം ജനവികാരത്തെ ഒരു ഇമോഷന്റെ പുറത്ത് നമുക്ക് അപ്പം മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല. പിന്നെ കുറെ കമന്റ്സും ജനങ്ങളുടെ പ്രതികരണമൊക്കെ വരുമ്പോഴാണ് യഥാർത്ഥ വികാരം എന്താവണമായിരുന്നു എന്ന് നമ്മൾ കണ്ടെത്തുക. അത് മനുഷ്യന്റെ ഒരു ബാലിശതയാണ്. അത് എല്ലാവർക്കും ഉണ്ടാക്കേണ്ടതാണ്. അത് കെവിൻ കാർട്ടർക്കും സംഭവിച്ചു. അദ്ദേഹം ഈ ആവേശത്തിൽ ഞാൻ നാളത്തോടുകൂടെ ലോകത്തെ ശ്രദ്ധേയനായ ഒരാളായി മാറുമെന്ന പ്രതീക്ഷയിൽ അയച്ചു കൊടുത്തു. എന്തുണ്ടായത്? ഈ ഫോട്ടോ കണ്ടപ്പോ എല്ലാ ഭാഗത്തുനിന്നും തുരുതുരാ വിളി ഈ പത്രത്തിന്റെ ഓഫീസിലേക്ക്. ഇതെടുത്ത ഫോട്ടോഗ്രാഫറെ നമ്പർ കിട്ടുമോ? എല്ലാവരും നമ്പർ കൊടുത്തു മടുത്തു. കെവിൻ കാർട്ടർക്ക് ഫോണുകളുടെ ഘോഷയാത്രയാണ്. വിളിച്ചവർ മുഴുവൻ ചോദിക്കണേ അപ്രീഷിയേറ്റ് ചെയ്യാനല്ല, അഭിനന്ദിക്കാനല്ല വിളിക്കണത്. പിന്നെന്താ? ആ കുട്ടി എന്തായി? ആ കുട്ടിക്ക് അമ്മയെ കിട്ടിയോ? അമ്മയ്ക്ക് കുട്ടിയെ കിട്ടിയോ? അതോ ആ കഴുകൻ ഈ കുഞ്ഞിനെ റാഞ്ചി കൊണ്ടുപോയോ? ഒരാൾ കെവിൻ കാർട്ടറിന് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ എന്താ അറിയോ? അവിടെ എത്ര കഴുകന്മാരുണ്ടായിരുന്നു? കെവിൻ കാർട്ടർ പറഞ്ഞു, ഒറ്റ കഴുകൻ. അപ്പൊ ഈ ഫോൺ വിളിച്ചാൾ പറഞ്ഞു അല്ല. അപ്പൊ കെവിൻ കാർട്ടർ പറഞ്ഞു, 15 മിനിറ്റ് ഞാൻ ഈ കുട്ടിയുടെ പരിസരത്തായിരുന്നു, അവിടെ ഒറ്റ കഴുകനേ ഉള്ളൂ, ഞാനല്ലേ അവിടെ പോയത്. അപ്പൊ ഇയാൾ പറഞ്ഞ എന്താ അറിയോ? എന്നാൽ ലോകം അവിടെ 2 കഴുകന്മാരുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2ാമത്തെ കഴുകൻ നിങ്ങളാണ്. അതുവരെ കേട്ടിട്ടുണ്ട് കെവിൻ കാർട്ടർ. കാരണം ഈ കുഞ്ഞെന്തായി എന്ന കാര്യത്തിൽ ഇടപെടാൻ അദ്ദേഹം മുതിരാത്തതിന്റെ പേരിൽ 1994 ഫോട്ടോഗ്രാഫിക്ക് കൊടുക്കുന്ന ലോകോത്തര 1ാമത്തെ അവാർഡായ പുലിസ്റ്റർ സമ്മാനം ഈ ഫോട്ടോഗ്രാഫിക്ക് കെവിൻ കാർട്ടറിനെ തേടിയെത്തിയപ്പോഴും ജനങ്ങളുടെ ചോദ്യം നിന്നില്ല. അവസാനം ഈ ചോദ്യത്തിന് സമാധാനപരമായി മറുപടി കൊടുക്കാൻ കഴിയാതെ പുലിസ്റ്റർ സമ്മാനം നേടിയതിന്റെ 2ാമത്തെ മാസം ഇത്ര പോന്ന ഒരു കഷ്ണം കയറിൽ കെവിൻ കാർട്ടർ ആത്മഹത്യ ചെയ്തു. ആ കുഞ്ഞിന് വേണ്ടി ആത്മഹത്യ ചെയ്തു. കാരണം ഒരു കുഞ്ഞെന്തായി എന്ന് അറിയാൻ മറുപടി കൊടുക്കാൻ കഴിയാത്തതിന്റെ കുറ്റബോധം അദ്ദേഹത്തിന്റെ മനസ്സാക്ഷിയെ വേട്ടയാടി.